എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒരു നല്ലൊരു ഉപജീവന മാർഗമാണ്. പാരമ്പര്യമായും കൃഷിക്കാരുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൃഷിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മുഖ്യ കാരണം. ഈ കയ്യിൽ നിന്ന് മുടക്കിയ കാശ് പോകുന്ന രീതിയിലുള്ള കൃഷിയൊന്നും ഈ അടുത്ത കാലങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഒരു ദൈവത്തിൻ്റെ നിമിത്തം മാത്രമാണ്. എൻ്റെ പേര് ബിജു, വീട്ടുപേര് തടത്തിൽ. എനിക്ക് ഇക്കൊല്ലവും മുമ്പത്തെ വർഷവും കൂടുതൽ ആദായം കിട്ടിയ കൃഷിയാണ് അടക്കയും കപ്പയും. കഴിഞ്ഞ കൊല്ലം അടക്കയ്ക്കാണെങ്കിലും കപ്പയ്ക്കാണെങ്കിലും പൊതുവെ മാർക്കറ്റിൽ നല്ല വിലയുണ്ടായിരുന്നു. ഈ വർഷവും തരക്കേടില്ല. മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് കവുങ്ങ് ഒരു ആദായമുള്ളൊരു കൃഷിയാണ്. ഇന്നത്തെ വിലയ്ക്ക് കവുങ്ങിൽ നിന്നൊരു 600-700 രൂപയോളം ഒരു കവുങ്ങിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സാധാരണ വയനാട് ജില്ലയിൽ കൂടുതൽ കാലവർഷം കൂടുതലുള്ളതുകൊണ്ട് തണുപ്പ് കൂടുതലായതുകൊണ്ട് നടുന്നതിന് മുമ്പായി തന്നെ വയലുകളിലാണ് സാധാരണ വയനാട് ജില്ലയിൽ നടാറ്. നടുന്ന സമയത്ത് ഹിറ്റാച്ചിക്ക് ചാലെടുത്ത് തേരിയാക്കി തേരിന് മുകളിൽ കുഴിയെടുത്ത് ആണ് നടൽ. കൂടത്തൈയാണ് സാധാരണ നടൽ. കൂടത്തൈ നടുമ്പോൾ കുഴിയെടുത്ത് കുഴിയിൽ കവുങ്ങ് തൈ വെച്ച് അതിൽ ചാണകപ്പൊടി ഇട്ട് മണ്ണുമാക്കി മിക്സാക്കി ആണ് സാധാരണ നട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഏക്കറിന് ഒരു 600 തൈയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അടുപ്പിച്ച് വെച്ചതുകൊണ്ട് കാര്യമില്ല. എന്നാലും 8:8 എന്ന അനുഭവത്തിൽ വെക്കലാണ് സാധാരണ ചെയ്യാറ്. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാട് കയറാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. കാട് കയറി കഴിഞ്ഞാൽ ചെടി വളരുന്നത് മുരടിച്ചു പോകും. ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ കൂമ്പെടുത്ത് വളരാൻ തുടങ്ങും. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ചെറുതായി ഒരു പൊടി രാസവളവും കുറച്ച് പറ്റുമെങ്കിൽ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ മിക്ക ആൾക്കാരും പുതിയതായി രണ്ടാമത് ക്ലിയർ ഫില്ല് ചെയ്ത് രണ്ടാമത് നടുവാൻ തുടങ്ങിയിട്ടുണ്ട്. രാസവളം പലരും പല രീതിയിലാണ് രാസവളം ഇടൽ. ചിലർ പാറ്റംബോസ് ഇടാറുണ്ട്, ചിലർ 16-16 അങ്ങനെ ഏത് കോംപ്ലക്സ് വളം ഏത് വേണമെങ്കിലും ഇടാവുന്നതാണ്. സാധാരണ പുതുമഴ പെയ്യുമ്പോഴാണ് എല്ലാ തൈകളും നടാറ്. അതുപോലെ തന്നെയാണ് കവുങ്ങും തൈ നടുന്നതും പുതുമഴ പെയ്തതിന് ശേഷം നടുന്നതാണ് നല്ലത്. നട്ട് കഴിഞ്ഞ് ഉണക്ക് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കഴുങ്ങിൻ്റെ പട്ട തന്നെ കൊണ്ട് മൂടി ഒരു പുതയിടുന്നത് നല്ലതാണ് ഉണക്കേക്കാണ്ടിരിക്കാൻ. ചിലർ കുമ്മായം കലക്കി അതിന് ഇലകളിൽ അടിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ സൂര്യാഘാതം കൂടുതലായി ഏക്കാതിരിക്കും. 3 മാസം കഴിയുമ്പോൾ കൂടുതൽ ഉണക്കുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നനവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈ വലുതായി വരുവാനും കൂമ്പെടുത്ത് പൊങ്ങാനും സാധ്യതയുണ്ട്. നട്ട് കഴിഞ്ഞ് 2 കൊല്ലം ആകുന്നതിന് മുമ്പായി തന്നെ ഇപ്പോൾ കേടുകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കവുങ്ങിന് കൂടുതലായും ബോഡോ മിശ്രിതം അടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു പരിധി വരെയുള്ള കേടുകൾ വരാതിരിക്കാനും വന്നത് പോകാനും ബോഡോ മിശ്രിതം വളരെയധികം സഹായമാണ്. അതുപോലെ ഈ തണ്ടുതുരപ്പം പോലുള്ള രോഗങ്ങളുണ്ട്. അതിന് ഈ ക്ലോറി പോലുള്ള മരുന്നുകൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് 1 ലിറ്റർ മരുന്ന് വാങ്ങിയാൽ ഒരു 200 ലിറ്റർ വെള്ളത്തിലേക്കുണ്ടാവും. അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇതും സർക്കാരിൻ്റെ കീഴിലുള്ള അമ്പലവയലിലെ നഴ്സറിയിൽ നിന്നും തൈ കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് കൃത്യം 3.5 കൊല്ലം കൊണ്ട് തന്നെ ചൊട്ടയിട്ട് കായുണ്ടായി. പിറ്റത്തെ വർഷം
അതിൻ്റെ ഇരട്ടിയായി ഉണ്ടായി. ഇപ്പോൾ 5-6 കൊലയുണ്ടാവും ഒരു കവുങ്ങിൽ തന്നെ. ഇന്നത്തെ വിപണി വിലയിലനുസരിച്ച് 50-55 രൂപ വിലയുണ്ട് ഒരു ഉണ്ട അടക്കയ്ക്ക്. ഇപ്പോൾ ഒരു കവുങ്ങിൽ നിന്ന് ഒരു 15 കിലോ 20 കിലോ കിട്ടിയാൽ എങ്ങനെയായാലും 1000 രൂപയുടെ മുകളിൽ തന്നെ വരുമാനമായി. ഒരേക്കറിൽ ഒരു 600 കവുങ്ങ് കേടില്ലാത്ത കവുങ്ങാണെങ്കിൽ ശരാശരി ഒരു 15 കിലോ അടക്ക വെച്ചാണെങ്കിൽ ഒരു ടണ്ണിൻ്റെ അടുത്ത് 900-1000 കിലോൻ്റെ അടുത്ത് ആദായം കിട്ടും. 1000 കിലോ ആദായം കിട്ടിയാൽ ഇന്നത്തെ വില സംബന്ധിച്ച് 50,000 രൂപ കൈ കിട്ടും. മറ്റൊരു കൃഷിക്കും ഇത്രയും ലാഭകരമായ രീതിയിൽ കിട്ടുന്ന ഒരു ആദായവും കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷിയും വയനാടുകാരെ സംബന്ധിച്ചില്ല. എന്നാൽ മഞ്ഞളിപ്പ് കൂമ്പ് കുറുതായി മണ്ട ചീഞ്ഞ് ഉണങ്ങിപ്പോകുന്ന കേട് വ്യാപകമായതുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കവുങ്ങിന് വന്നിരിക്കുന്ന ഈ രോഗം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള തോട്ടത്തിനെ അപേക്ഷിച്ച് ഇതിന് പൊതുവായി കേട് കുറവുള്ളതും നല്ലൊരു പച്ചപ്പുള്ളൊരു തോട്ടവുമാണ്. പണ്ട് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കൃഷിയും കവുങ്ങ് കൃഷി എന്നുള്ളതൊന്നുമല്ല, എല്ലാ കൃഷിക്കും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കേടുബാധ കുറയുന്നതിനും അതുപോലെ തന്നെ ആദായം ആകുന്ന സമയത്ത് വിപണിയിൽ നല്ലൊരു വില കിട്ടുന്നതിനുമെല്ലാം ദൈവാനുഗ്രഹം വളരെ സഹായകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ തോട്ടത്തിൽ മറ്റുള്ള തോട്ടത്തിലെ അപേക്ഷിച്ച് ഒരു 67% കേട് കുറവുണ്ട്. ഈ അടുത്തുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് കൂടുതലായി ഒരു പച്ചപ്പുള്ളൊരു തോട്ടം തന്നെയാണിത്. ഈ തോട്ടം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് 10x10 അടി നീളം 10 അടി വീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ തന്നെ ഇടവളയായിട്ട് നമുക്ക് മിക്ക ആൾക്കാരും വാഴ നടുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ നട്ടിരിക്കുന്നത് കാപ്പി നട്ടതുണ്ട് ഈ തോട്ടത്തിൽ. തൊട്ടപ്പുറത്തെ തോട്ടം അതിൽ കൊക്കയാണ്. ആദ്യം അതായിരുന്നു നട്ടത്. കൊക്കയിൽ ഇപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. കാപ്പിയിലും നല്ലൊരു വരുമാനം തന്നെയാണ്. 2 കഴുങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കാപ്പി എന്ന രീതിയിലും അതുപോലെ തന്നെ 2 കഴുങ്ങിൻ്റെ ഇടയിൽ ഒരു കൊക്ക എന്ന രീതിയിലും വെച്ചാൽ തന്നെ ഈ 10x10 എന്ന അനുപാതത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അതൊരു നല്ലൊരു വരുമാനമാണ്. ഇന്നത്തെ സംബന്ധിച്ച് 100 രൂപയുടെ മുകളിൽ ഉണ്ടക്കാപ്പിക്ക് വില ലഭിക്കുന്നുണ്ട്. ഈ കവുങ്ങിന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു 3/4% ആദായം തന്നെ ഈ ഇടവേളയിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കും. കൊക്കോയ്ക്കും കാപ്പിക്കും ചെയ്യുന്ന വളത്തിൽ നിന്ന് തന്നെ കവുങ്ങിൻ്റെ വേര് ദൂരങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഇടവേളയിൽ ചെയ്യുന്ന വളം തന്നെ നമുക്ക് ഈ കവുങ്ങിനേക്കും ലഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് കവുങ്ങ് എല്ലാ കാലങ്ങളിലും നല്ല പച്ചപ്പോടെ കരുത്തോട് കൂടിയിട്ട് ഉണ്ടാവുകയും ചെയ്യും. കാപ്പിയെല്ലാം വെക്കുമ്പോൾ തന്നെ കാപ്പിക്ക് മൊത്തത്തിൽ കീടബാധ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു കൃഷിയിൽ നിന്ന് തന്നെ 2 ആദായം ലഭിക്കുന്ന രീതിയിലുള്ള നൂതനമായ കൃഷി രീതികളിലാണ് ഇപ്പോൾ എല്ലാവരും. ഇപ്പോൾ കവുങ്ങിന് ഓട്ടോമാറ്റിക്കായാലും എന്തായാലും കവുങ്ങ് നട്ട സ്ഥിതിക്ക് കവുങ്ങിന് പണിയെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഇടവേളയായി ചെയ്തിരിക്കുന്ന കാപ്പിക്കും കൊക്കോയ്ക്കും പണിയെടുക്കുമ്പോൾ തോട്ടം എല്ലാ കാലങ്ങളിലും നല്ല വൃത്തിയായി കാടില്ലാതെ നല്ല വൃത്തിയായി നീറ്റായി കാണാനും സാധിക്കും. മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ ആദായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആരും പണിക്ക് നിൽക്കുന്നില്ലെന്ന്. ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 20 വയസ്സ് കഴിഞ്ഞ ഒരു ഒറ്റ യുവാക്കളില്ല അവിടെ ഇടവകയിൽ. നമ്മളൊക്കെ ഈ കരോൾ പീരീഡിനെല്ലാം പോകുമ്പോൾ എത്ര കഷ്ടപ്പാടാണ്. ആരും വേണ്ട മക്കളായിട്ട് ഈ +2 വരെ പഠിക്കുന്ന കുട്ടികളുള്ളൂ. അത് കഴിഞ്ഞാൽ ഒറ്റൊന്നുമില്ല. +2 വരുന്നവരും ഇല്ല. SSLC കഴിഞ്ഞാൽ ഒക്കെ വിടുക. കാനഡ, ഇസ്രായേൽ, UK എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാൽ പഠിക്കുന്നത്. ഇപ്പോൾ പിന്നെ അവർ വന്നിട്ട് ഇവിടെ കൈക്കോട്ട് പിടിക്കുക. ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടുകളിൽ, മിക്ക വീടുകളിലും. മറ്റുള്ള കൃഷി പോലെ തന്നെ ഒരു ആദായമുള്ള ഒരു കൃഷിയാണ് കപ്പ. ഏക്കറിൽ ഒരു 1200-1300 ചുവട് കപ്പ നടാൻ സാധിക്കും. അടുപ്പിച്ച് നട്ടതുകൊണ്ട് കാര്യമില്ല. സൂര്യപ്രകാശം നല്ലോണം അടിച്ചാലേ കിഴങ്ങുകൾക്ക് വണ്ണം ഉണ്ടാവുള്ളൂ. കൂടം കൂട്ടി നടുന്നതാണ് കപ്പ കൂടുതലായി ഉണ്ടാകാൻ സാധ്യത. പലരും പണിയെളുപ്പത്തിന് തേരി വെട്ടി തേരിയിൽ കപ്പക്കൊമ്പ് കുത്തി നടുന്നൊരു രീതിയുണ്ട്.
ഞാനിപ്പോൾ ഇതിൽ നട്ടത് പഴയ തേരിയിൽ കൂടം കൂട്ടി കൂടത്തിന് മുകളിൽ കൊമ്പ് കുത്തിയാണ് ഇത് നട്ടിരിക്കുന്നത്. നല്ലോണം പരിപാലിക്കുകയാണെങ്കിൽ ഇടമഴയെല്ലാം കിട്ടി കേടൊന്നുമില്ല എങ്കിൽ ഒരു ചോടിന് ഒരു 8 കിലോ 10 കിലോ ശരാശരി കിഴങ്ങുണ്ടാവും. വാഴേനേക്കാളും ചിലവ് കുറവുള്ളതും എന്നാൽ വാഴേനേക്കാൾ ആദായം കൂടുതൽ, വരുമാനം കൂടുതൽ കിട്ടുന്നതായ ഒരു കൃഷിയാണ് കപ്പ. ഇന്നത്തെ ഈ വിലയിൽ 20 രൂപയ്ക്ക് കൊടുത്താൽ ഒരു 8 കിലോ ഒരു ചോടിൽ ശരാശരി കിട്ടുവാണെങ്കിൽ തന്നെ 160 റുപ്യയായി. നമുക്ക് ഒരു 60 രൂപയിൽ കൂടുതൽ കപ്പയ്ക്ക് മുടക്ക് വരാൻ ചാൻസ് ഇല്ല. അതായത് കപ്പ വലുതായി നിഴലായി കഴിഞ്ഞാൽ തന്നെ കാട് കയറൽ കുറയും. ആദ്യം നട്ട് കഴിഞ്ഞൊന്ന് ഇടയിളക്കി ഒന്ന് പരണ്ടി കഴിഞ്ഞ് ഒരു പൊടിവളം ഇടുക. പൊടിവളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വളം ഇട്ടാൽ കപ്പേൻ്റെ വളം ഇടുന്ന പരിപാടി തീർന്ന്. മറ്റുള്ള വാഴയ്ക്കാണെങ്കിൽ 6-7 വളം ഇടണം. കൊല വരുന്ന വരെ വളം ഇടണം. കപ്പയ്ക്കാണെങ്കിൽ അതുപോലെ വളം ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ ചുളച്ച് പോകും. ചുളച്ച് പോയാൽ കിഴങ്ങ് ഉണ്ടാവില്ല. കപ്പ കൊമ്പ് മാത്രം വണ്ണമുള്ളതായിരിക്കും. അടിയിലുള്ള കിഴങ്ങ് കൊമ്പിനേക്കാളും പകുതി വണ്ണം ഉണ്ടാവും. അതുകൊണ്ട് കപ്പയ്ക്ക് വാഴയ്ക്ക് ഇടുന്നതിൻ്റെ 4-1 വളം 2 അല്ലെങ്കിൽ കൂടി വന്നാൽ 3 തവണയായി ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ കപ്പയ്ക്കുള്ളൊരു കേടാണ് മൊസൈക്ക് എന്ന് പറയും. മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഇല ഇങ്ങനെ ചുരുണ്ട് മുരടിച്ച് മറ്റുള്ള കപ്പ വളരുന്ന രീതിയിൽ വളർച്ച ഉണ്ടാവില്ല. ഈ ഹരിതകം ഇല്ലാതെ ഇല ചുരുണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നാം ഇട്ട് കൊടുക്കുന്ന വളമൊന്നും ആ കപ്പയ്ക്ക് ലഭിക്കില്ല. പറിച്ചു കൊടുത്താൽ തന്നെ ആരും അത് വാങ്ങാനും വരില്ല. അതിലേക്ക് വരുന്ന പണിയെല്ലാം നമുക്കത് വേസ്റ്റാകുകയും ചെയ്യും. അത് നട്ട് ഒരു 1/2 അടി പൊങ്ങുമ്പോൾ തന്നെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും. ഇല ഇങ്ങനെ ചുരുണ്ടിട്ട് അധികം ഹൈറ്റ് വരാത്ത രീതിയിൽ കണ്ടാൽ തന്നെ അത് കേടാന്ന് മനസ്സിലാകും. അപ്പോൾ തന്നെ അത് പറിച്ചു കളഞ്ഞ് പുതിയതായി കൊമ്പ് കൊത്തുന്നതായിരിക്കും ഏറ്റവും നല്ല അഭികാമ്യമായ കൃഷി. ഇപ്പോൾ ഈ ചുരുളുന്ന കേടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഇല ഇങ്ങനെ ചുരുണ്ട് മുരടിച്ച രീതിയിൽ കാണുന്നത്. അതിൻ്റെ കിഴങ്ങുകളിലാണ് മറ്റുള്ള കിഴങ്ങിനേക്കാൾ പകുതി വണ്ണം പോലും ഉണ്ടാവില്ല. ഇതാണ് ഈ കേട് എന്ന് പറയുന്നത്. കപ്പ സാധാരണ പുതുമഴ പെയ്തിട്ടാണ് നടാറ്. വയനാട്ടിലെല്ലാം പൊതുവായി 2 മാസങ്ങളിലായി നടുന്നതുകൊണ്ട് തിലാക്കപ്പ എന്നും കുമ്പക്കപ്പ എന്നാണ് വയനാട്ടിൽ പൊതുവായി അറിയപ്പെടുന്നത്. ഇത് കഴിഞ്ഞ തുലാത്തിൽ നട്ട കപ്പയാണ്. ഇതിൽ നട്ട കൊമ്പ് ഒരു 90% മിക്സർ കൊമ്പാണ്. മിക്സർ കൊമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മിക്സറും ദിവാനും മൊത്തത്തിൽ ഈ വേസ്റ്റ് പോകാൻ സാധ്യത കുറവാണ്. പറിച്ചു കൊടുത്താൽ പൊടിക്കപ്പ വളരെ കുറവായിരിക്കും. ഒരു പരിധി കൂടുതൽ നീളം ഉണ്ടാവില്ല. ഉള്ള കപ്പ ഉണ്ടക്കപ്പയായിരിക്കും. അതാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പല ഇനത്തിലുള്ള കപ്പകളുണ്ട്. ദിവാൻ, മിക്സർ, ആമ്പക്കാടൻ, 6-ാം മാസം, ഇങ്ങനെ പല കപ്പകളുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡിമാൻഡുള്ളത് ഈ ചുവന്ന തോലുള്ള കപ്പയാണ്. വെള്ളക്കപ്പയ്ക്ക് മൊത്തത്തിൽ ഡിമാൻഡ് കുറവും ടേസ്റ്റ് കുറവുള്ളത് കൊണ്ട് അതിന് മൊത്തത്തിൽ ഡിമാൻഡ് കുറവാണ് വിപണിയിൽ. കപ്പ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുള വരുന്നതിന് മുമ്പായി തന്നെ വയലുകളിലാണെങ്കിൽ ഗ്ലാസ് വെക്കുന്നതാണ് നല്ലത്. ഗ്ലാസ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വയലുകളിൽ കൂടുതൽ ഞണ്ടിൻ്റെ ഉപദ്രവമുള്ളത് കൊണ്ട് മുളച്ചു വരുന്ന മുളയനെ ഞണ്ട് വെട്ടിക്കളയുന്നത് കൊണ്ടാണ് ഗ്ലാസ് വെക്കുന്നത്. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് ഞണ്ട് വെട്ടിക്കളയുന്നത് ഇല്ലാതാവും. നട്ട് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊടിവളം കൊടുക്കുക. പൊടിവളം കൊടുക്കുമ്പോൾ കാടുണ്ടെങ്കിൽ ഒന്ന് വരണ്ടിയിടുന്നത് കപ്പയ്ക്ക് വേരോട്ടം കിട്ടുന്നതിന് നല്ലതാണ്. ഇപ്പം മിക്ക ആൾക്കാരും പണി എളുപ്പത്തിന് വേണ്ടി കിളനാശിനിയാണ് അടിക്കൽ. കിളനാശിനി അടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പരണ്ടെങ്കിലും ഇടപരണ്ടുന്നത് കപ്പേനെ സംബന്ധിച്ചിടത്തോളം 100% ഉത്തമമാണ്. അതുപോലെ തന്നെ കപ്പയിൽ മറ്റൊരു ഉപദ്രവമാണ് എലീൻ്റെ ഉപദ്രവം. ഒരു 3 ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും വന്ന് നോക്കിയിട്ടില്ല എങ്കിൽ എലിയുടെ ഉപദ്രവം കൂടുതലായിത്തീരും. എലി ഒരു കൂടത്തിൽ കയറിയാൽ പിന്നെ ആ ലൈനിലുള്ളത് മുഴുവനും തിന്നിട്ട് എലി അടുത്ത ലൈനിലേക്ക് പോകും.
അതിന് മുമ്പായി തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വരികയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാത്തിലും ചോട്ടിക്കൂടെയും നടന്നു നോക്കിക്കഴിഞ്ഞാൽ എലിയുള്ളത് നമുക്ക് മനസ്സിലാവുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എലീനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതൊക്കെ വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൃഷി ചെയ്താണ് ഉപജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഈ ഇത്രയും ചിലവേറിയ കൃഷി ചെയ്തതിൽ അതിനെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കി തീർക്കുന്ന ഈ എലിയെ പോലുള്ള ജീവികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. എലി കടിച്ച കിഴങ്ങ് ആർക്ക് കൊടുക്കാനും പറ്റില്ല, അത് ഉപയോഗിക്കാനും പറ്റില്ല. ഒരു ചുവട്ടിൽ എലി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായി തന്നെ 1-2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി അത് തിന്ന് ഇല്ലാതാക്കി തരും. അപ്പോൾ ഈ എലീനെ കൊല്ലുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നാം മുതൽ മുടക്കിയിട്ട് ഒരു കാര്യമില്ലാതെ ഒരു പ്രയോജനമില്ലാതായി തീരും. ഇപ്പോൾ ഇവിടെ നമുക്കൊക്കെ ഇവിടെ ഒരു പന്നീൻ്റെ ശല്യം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പന്നിയുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 ചുവട് ആദ്യം വിചാരിച്ച് മറ്റുള്ളവരെ കള്ളം പറിച്ചാന്ന് വിചാരിച്ച്, പിന്നീടാണ് കാൽപ്പാടെല്ലാം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് പന്നിയാണ്. പന്നിയുടെ ഉപദ്രവം ഇപ്പോൾ വയനാട് ജില്ലയിൽ ഒരു 90% സ്ഥലങ്ങളിലും ആയി തുടങ്ങി. രാത്രി ഇപ്പോൾ കാവലിരിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കർഷകർ ഉള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ 5-6 ചുവട് മനുഷ്യൻ പറിച്ചതുപോലെ രീതിയിൽ കപ്പ പറിച്ച് അതിൽ ചിന്ന ഭിന്നമാക്കി ഇട്ടിരിക്കുക. ഇത് എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് ഇത് ഇങ്ങനെ പറിക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനോ കണ്ടുപിടിക്കാനോ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഉറക്കം കഴിഞ്ഞ് കാത്തിരുന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ ഉറക്കം കാത്തിരുന്നാൽ തന്നെ നാം കാത്തിരിക്കുന്ന ദിവസം വന്നോളുന്നില്ല. അത് ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും തീറ്റയില്ലാതാകുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തൂടെ പോകുന്ന രീതി പോകുമ്പോൾ യാദൃശ്യവശാൽ നമ്മുടെ തോട്ടത്തിലേക്കും കയറും. കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലെയും ഇതുപോലെ തന്നെ നശിപ്പിച്ച് അതില്ലാതാക്കി തീരും. അതിപ്പോൾ വാഴയ്ക്കാണെങ്കിൽ തന്നെയും കപ്പയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള പന്നിയുടെ ഉപദ്രവം ഇപ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. അതും കർഷകർക്കൊരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ പന്നിയുടെ ഉപദ്രവം. ഇപ്പോൾ ഒന്നിനെയും നശിപ്പിക്കാനും പാടില്ല, കൊല്ലാനും പാടില്ലാത്ത നിയമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പന്നീനെയും എലീനെ വരെ ഇപ്പോൾ നശിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. ഇതെല്ലാം കർഷകർക്കാണ് ഇതിൻ്റെ 100% ഇതിൻ്റെ ദോഷം. കാരണം ഇത്തരത്തിലുള്ള ഈ ജീവികളിലൂടെ കർഷകരെ ആദായമാണ് ഇല്ലാതാകുന്നത്.